എല്ലാവർക്കും നമസ്കാരം. +2 എക്കണോമിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈക്രോ എക്കണോമിക്സിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ദ തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമുള്ള ഏറ്റവും കൂടുതൽ പ്രാവശ്യം എക്സാമിന് 8 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്യാനാണ് ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ആ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പറയുന്ന സമയത്ത് ലാഭം പരമാവധിയാക്കൽ എന്ന് പറയുന്ന ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് അറിഞ്ഞിരിക്കണം. എക്സാമിന് ചോദിക്കുക എങ്ങനെയായിരിക്കും, സമ്പൂർണ്ണ കിടമത്സരത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ആ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ലാഭം പരമാവധിയാകുന്നത് എങ്ങനെ എന്നുള്ള 2 ചോദ്യങ്ങൾ 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്ത് അറിയണം, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. അപ്പോൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉള്ള ഒരു സംവിധാനത്തിന് പറയുന്ന പേരാണ്. അഥവാ വാങ്ങുന്നവരുണ്ടാവും വിൽക്കുന്നവരുണ്ടാവും. അവരുടെ കയ്യിൽ എന്തുണ്ടാവും, വാങ്ങുന്നവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും, വിൽക്കുന്നവരുടെ കയ്യിൽ എന്തുണ്ടാവും, സാധന സേവനങ്ങളുണ്ടാവും. ആ സാധന സേവനങ്ങൾ വാങ്ങുന്നവരും വിൽക്കുന്നവരും അടങ്ങിയിട്ടുള്ള ഒരു സംവിധാനത്തിന് പറയുന്ന പേരാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ വളാഞ്ചേരി മാർക്കറ്റ്, കോട്ടക്കൽ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക, അവിടെ വെറുതെ വന്ന് കാഴ്ച കാണുന്ന ആളുകൾ ഉണ്ടാവുക സാധ്യത കമ്മിയാണ്. പക്ഷേ എങ്കിൽ പോലും അവിടെ നടക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് എന്താണ്, വാങ്ങുന്നവരും വിൽക്കുന്നവരും അടങ്ങിയിട്ടുള്ള ഒരു സംവിധാനം. അതിനാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് വ്യത്യസ്ത തരത്തിലുണ്ട്. അതിലൊന്നാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് മൊണോപ്പൊളി എന്ന് പറയും. മൊണോപ്പൊളി മറ്റുള്ള മാർക്കറ്റുകൾ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് +2 എക്കണോമിക്സിൽ പഠിക്കാനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പഠിക്കാനാകുള്ളത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതിൻ്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അഥവാ ലാഭം പരമാവധിയാക്കുക എന്ന് പറയുന്ന വിഷയത്തിലേക്ക് പോകാം. ഓക്കെ, നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് മാർക്കറ്റുകളിൽ എന്തില്ല, മത്സരമില്ലാത്ത കമ്പോളമാണ് എന്ത്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അഥവാ എതിരാളികളില്ലാത്ത ഒരു കമ്പോളമാണ്. അപ്പോൾ അങ്ങനെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ വിൽക്കുന്നത് തക്കാളിയാണ്, മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തക്കാളി വിൽക്കാൻ പറ്റും. അവിടെ എന്ത് ചെയ്യുന്നില്ല, മത്സരം വരുന്നില്ല. കാരണം എന്താ, പ്രൊഡക്റ്റുകൾ എന്താണ്, സെയിമാണ്, പ്രൈസ് എന്താണ്, സെയിമാണ്. അവിടെ എന്ത് ചെയ്യുന്നില്ല, മത്സരം വരാൻ സാധ്യതയില്ല. ക്വാളിറ്റി സെയിമാണ്. അപ്പോൾ അവിടെ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, മത്സരം ഉണ്ടാവില്ല. കാരണം നമ്മൾ ചുറ്റുഭാഗത്ത് കാണുന്ന എല്ലാവിധ സൂപ്പർ മാർക്കറ്റുകളും ആമസോണിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്ക് ഓരോ പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. വ്യത്യസ്ത തരത്തിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും വിൽക്കാൻ പറ്റും. ആ പ്രൊഡക്റ്റ് നമുക്ക് വിൽക്കാം, അതിന് ആർക്കും എന്തില്ല, പ്രയാസമില്ല, ഒരു പ്രശ്നമില്ല. അതെന്താണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയതുകൊണ്ടാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ജസ്റ്റ് ലഘുവായിട്ട് പറയാൻ പറ്റുന്ന രീതിയാണ് മൊണോപ്പൊളി മാർക്കറ്റ്. മൊണോപ്പൊളി മാർക്കറ്റ് എന്താ, അവിടെ വേറൊരാൾക്ക് തുടങ്ങാൻ പാടില്ലാത്ത മാർക്കറ്റാണ്. അതോ ഉദാഹരണത്തിന് KCB ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, തുടങ്ങാൻ പറ്റുമോ, ഇല്ല. അതുപോലെ തന്നെ അത് ഗവൺമെൻറ്റിന് മാത്രം നിക്ഷിപ്തമാക്കപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഏത്, മൊണോപ്പൊളി മാർക്കറ്റുകളുടെ പ്രത്യേകത. ഉദാഹരണത്തിന് ഉജാല മൊണോപ്പൊളി മാർക്കറ്റാണ്. അതുപോലെ തന്നെ ബൂസ്റ്റ് മൊണോപ്പൊളി മാർക്കറ്റാണ്. അത് വേറൊരാൾക്ക് തുടങ്ങാൻ പറ്റുമോ, ഇല്ല. അതാണ് മൊണോപ്പൊളി മാർക്കറ്റും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അഥവാ സമ്പൂർണ്ണ കിടമത്സരം തമ്മിലുള്ള വ്യത്യാസങ്ങൾ. നമുക്ക് പഠിക്കാൻ മൊണോപ്പൊളി ഒന്നല്ല, മറിച്ച് പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും നമ്മൾ ഒന്ന് തന്നെ പറഞ്ഞു. ഫീച്ചേഴ്സ് ഒന്ന്, ഏകജാതീയ ഉൽപ്പന്നമായിരിക്കും. ഏകജാതീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താ, അവർ വിൽക്കുന്നതും നമ്മൾ വിൽക്കുന്നതും ഒരേ പ്രൊഡക്റ്റുകൾ തന്നെ ആയിരിക്കും. രണ്ടാമത് എന്തായിരിക്കും, ഈ മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനും പുറത്തു പോകാനും നമുക്ക് അവകാശമുണ്ട്, വേറൊരാളുടെ പെർമിഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്യില്ല, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളൊന്നുമില്ല, ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്ത ഒരു മാർക്കറ്റ് കൂടിയാണ് ഇത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഡെഫിനീഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞത് ഏകജാതീയ ഉൽപ്പന്നമായിരുന്നു, അഥവാ സമാന വിലയായിരിക്കും. ഏകദേശം 2 ആളുകൾ എന്തായിരിക്കും, രണ്ടും ഒരേ വിലകൾ തന്നെ ആയിരിക്കും. ഓക്കെ, ഇത്രയൊക്കെയാണ് ഒരാൾക്ക് സ്ഥാപനത്തേക്ക് വരാനും പുറത്തു പോകാനുള്ള അവകാശം ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് അഥവാ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് പറഞ്ഞു, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് അത് ഈ ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു ഗ്രാഫ് ആവശ്യമാണ്. ആ ഗ്രാഫിലേക്ക് പ്രധാനമായിട്ടുള്ള ഒരു ഗ്രാഫാണ്, ഒരു ടേബിളാണ്, ഒരു ഗ്രാഫാണ്
AR, MR, പ്രൈസ്. അഥവാ ഈ പ്രൈസിൻ്റെയും ARൻ്റെയും MRൻ്റെയും ഗ്രാഫ് എന്തായിരിക്കും? സെയിം അഥവാ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ വരയ്ക്കുക. ഓക്കെ, ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കും. എന്താണ് പ്രൈസ്? നമുക്കറിയാം, ഒരു ഉൽപ്പാദക സ്ഥാപനം ഉൽപ്പാദിപ്പിച്ച പ്രൊഡക്റ്റ് എത്ര രൂപക്കാണോ വിൽക്കുന്നത് അല്ലെങ്കിൽ വാങ്ങുന്നത് എത്ര രൂപക്കാണോ വാങ്ങുന്നത്, അതിന് പറയുന്ന പേരാണ് പ്രൈസ് എന്ന് പറയുന്നത്. അത് നമുക്ക് കൂടുതൽ വിശദീകരിക്കാനില്ല. ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉൽപ്പാദക സ്ഥാപനം വിറ്റ സാധനങ്ങളിൽ നിന്ന് കിട്ടിയ വരുമാനത്തിനാണെന്ന് പറയാം റവന്യൂ എന്ന് പറയാം. അപ്പോൾ ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉൽപ്പാദക സ്ഥാപനം വിറ്റ സാധനത്തിൽ ഒരെണ്ണത്തിൽ നിന്ന് കിട്ടിയ വരുമാനത്തിനാണ് ആവറേജ് റവന്യൂ എന്ന് പറയുക. അതിൽ നിന്ന് എന്ത് ചെയ്താൽ ആവറേജ് റവന്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി? TR ഡിവൈഡ് ബൈ Q കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ റവന്യൂ അഥവാ ഒരു ഉൽപ്പാദക സ്ഥാപനം ഉൽപ്പാദിപ്പിച്ച മുഴുവൻ വരുമാനത്തിൽ നിന്ന്, ടോട്ടൽ വരുമാനത്തിൽ നിന്ന് Q അത് പ്രൊഡക്റ്റ് എത്രയാണോ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചത് ഒരെണ്ണത്തിൻ്റെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആവറേജ് റവന്യൂ കിട്ടും. മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർജിനൽ റവന്യൂ ഈക്വൽ ടു ഡെൽറ്റ TR ഡിവൈഡ് ബൈ ഡെൽറ്റ Q കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാർജിനൽ റവന്യൂ കിട്ടും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഈ ചോക്കൊക്കെ 5 രൂപയാണ്. 5 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എത്രയാണ്? 5 രൂപ. 5 രൂപയിൽ നിന്ന് അപ്പോൾ രണ്ടാമത് ഞാൻ ഈ ഒരു ചോക്ക കൂടി എന്ത് ചെയ്തു? രണ്ടാമതൊരു ചോക്ക കൂടി ഞാൻ ഉൽപ്പാദിപ്പിച്ച് വിറ്റു. അപ്പോൾ ഈ ചോക്കൊക്കെ 5 രൂപയാണെങ്കിൽ രണ്ടാമത് ഇതേ ചോക്ക തന്നെ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് എന്തായിരിക്കും? 5 തന്നെ ആയിരിക്കുമല്ലോ. അതാണ് AR. ഒരു ചോക്ക ഒന്നാമത്തെ 5 രൂപ, രണ്ടാമത് AR, രണ്ടാമത് എന്ത് ചെയ്തു? വേറെ ചോക്ക കൂടി ഞാൻ വിറ്റത് എത്രയാണ്? 5 രൂപയ്ക്ക് തന്നെയാണ്. അപ്പോൾ പ്രൈസും AR ഈക്വൽ ആയില്ലേ? 5 രൂപ തന്നെ ആയില്ലേ? അതേമാതിരി MR ഇതിനേക്കാൾ എക്സ്ട്രാ എന്ത് ചെയ്തു? ഒന്നുകൂടി കൂടുതലായിട്ട് വിൽപ്പന നടത്തി. അപ്പോൾ എത്ര വിൽപ്പന നടത്തിയാലും ഏകജാതി ഉൽപ്പന്നം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് എത്രയാണോ വിറ്റത് അത് തന്നെയായിരിക്കും അടുത്തുള്ളതിനൊക്കെ വരിക. അപ്പോൾ ARഉം മാർജിനൽ റവന്യൂ പ്രൈസും എന്തായിരിക്കും? ഒരു സംഖ്യയായിരിക്കും. വിശ്വസിക്കുന്നു. ഇനി അടുത്തത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒരു ഉൽപ്പാദക സ്ഥാപനത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പ്രോഫിറ്റാണ്. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. എല്ലാ സ്ഥാപനത്തിൻ്റെയും ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് പരമാവധിയാക്കുക എന്നുള്ളതാണ് ഏതൊരു ഉൽപ്പാദക സ്ഥാപനത്തിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ലാഭം പരമാവധി ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് കൂട്ടാനോ കുറക്കാനോ എന്ത് ചെയ്യില്ല? ഒരു ഉൽപ്പാദക സ്ഥാപനം ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം ഉൽപ്പാദന സ്ഥാപനം കൂട്ടുന്ന സമയത്ത്, പ്രോഫിറ്റ് കൂട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ചെലവും കൂടും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചെലവും കൂടും. അപ്പോൾ ഈ ചെലവ് കൂടുന്ന സമയത്ത് പ്രോഫിറ്റിൽ എന്ത് വരും? മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചെലവുകൾ കൂടി അവസാനം പ്രോഫിറ്റ് കമ്മിയാവുന്ന രീതിയിലേക്ക് വരും എന്നൊക്കെയുള്ളതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. എന്നാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എത്തിക്കഴിഞ്ഞാൽ അഥവാ ലാഭം പരമാവധി ആയിക്കഴിഞ്ഞാൽ ഒരു ഉൽപ്പാദക സ്ഥാപനം അത് കൂട്ടാനോ കുറക്കാനോ തയ്യാറാകില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ എന്താണ് പ്രോഫിറ്റ്? ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭത്തിനെ സൂചിപ്പിക്കുന്നത് പൈ എന്നുള്ള രീതിയിലാണ്. അഥവാ ലാഭം ഈക്വൽ ടു ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ റവന്യൂവിൽ നിന്ന് അഥവാ ഒരു ഉൽപ്പാദക സ്ഥാപനം ഉൽപ്പാദിപ്പിച്ച പ്രൊഡക്റ്റുകൾ വിറ്റ് കഴിഞ്ഞപ്പോൾ കിട്ടിയ വരുമാനങ്ങൾ എത്രയാണോ, ടോട്ടൽ വരുമാനം എത്രയാണോ അതിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ആ സ്ഥാപനം ഇത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വന്ന ചെലവുകളൊക്കെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പ്രോഫിറ്റ്. ടോട്ടൽ കോസ്റ്റുകൾ പല രീതിയിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് TVC, TFC, SSC, SMC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞു. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ചെലവുകളൊക്കെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടും. അപ്പോൾ ലാഭം പരമാവധി ആകുന്നത് എപ്പോഴാണ് ഇക്വിലിബ്രിയം സംഭവിക്കുക എന്നുള്ളതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അഥവാ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന വിഷയത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ 3 കണ്ടീഷൻസ് ആണ് ഒരു ഉൽപ്പാദക സ്ഥാപനത്തിൽ ലാഭം പരമാവധിയാക്കാൻ 3 വ്യവസ്ഥകൾ പാലിക്കുമ്പോഴാണ് ലാഭം പരമാവധിയാക്കുന്നത്. ഏതൊക്കെയാണ് ആ വ്യവസ്ഥകൾ? ഒന്നാമത്തത് P ഈക്വൽ ടു MC അഥവാ പ്രൈസും MC-യും എന്ത് ചെയ്യുക? ഈക്വൽ ആവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തത് MC കർവ് MR കർവിനെ താഴെ നിന്ന് കട്ട് ചെയ്യുക, രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ ഷോർട്ട് റണ്ണിലാണെങ്കിൽ
ഷോർട്ട് റണ്ണിലാണെങ്കിൽ പ്രൈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എ വി സി, അഥവാ എ വി സിയേക്കാളും പ്രൈസ് കൂടുകയോ ഈക്വൽ ആവുകയോ ചെയ്യുക. അടുത്തത് ലോങ് റണ്ണിലാണെങ്കിൽ പ്രൈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു LRAC, ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ലോങ് റൺ ആവറേജ് കോസ്റ്റിനേക്കാളും കൂടുതൽ പ്രൈസ് ആവുകയോ അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആവുകയോ ചെയ്യുക. ഈ 3 കണ്ടീഷൻസ് പാലിക്കുമ്പോഴാണ് ഒരു ഉൽപ്പാദക സ്ഥാപനത്തിൽ ലാഭം പരമാവധി ആക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ഥാപന ലാഭം പരമാവധി ആകുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഗ്രാഫിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. മാത്രമല്ല 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു, ഗ്രാഫ് വരച്ചു. ഇവിടെ എക്സ്, വൈ, 0 ആൻഡ് ഔട്ട്പുട്ടാണ് ഈ എക്സ് അക്ഷരത്തിൽ രേഖപ്പെടുന്നത്. അഥവാ വൈ അക്ഷരത്തിൽ നമ്മൾ നോക്കുന്നത് പ്രൈസ് ആൻഡ് കോസ്റ്റ് ആൻഡ് റവന്യൂ, 3 പറഞ്ഞത് കഴിഞ്ഞതാണ്. അത് 3 ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം തന്നെ AR, MR, P ഗ്രാഫ് എന്ത് ചെയ്തു, ഹൊറിസോണ്ടൽ ആയിട്ടാണ് വരിക. അഥവാ പി എത്രയാണോ അത് തന്നെയായിരിക്കും ARഉം, അത് തന്നെയായിരിക്കും MRഉം. അതുകൊണ്ട് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ട് വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റത്തെ കണ്ടീഷൻ നോക്കുക, പ്രൈസും MC-യും ഈക്വൽ ആവുക. MC നമ്മൾ കഴിഞ്ഞ SMC എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗ്രാഫൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷേപ്പ് എന്തായിരുന്നു, U ഷേപ്പ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, MC കർവ് ഒന്ന് വരച്ചു നോക്കുക. എങ്ങനെ MC കർവ് വരക്കുക, U ഷേപ്പ് ആയിരുന്നു, അഥവാ MC കർവ് വരച്ചു. അഥവാ പ്രൈസും MC-യും ഈക്വൽ ആവുക. എവിടേക്കാണ് ഇവിടെ ഈക്വൽ ആയിട്ടുള്ളത്, ഒന്ന് ഇവിടെ ഈക്വൽ ആയിട്ടുണ്ട്, ഇവിടെ ഈക്വൽ ആയിട്ടുണ്ട്. ഈക്വൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രൈസിൻ്റെ കർവ് ഇതല്ലേ, പ്രൈസിൻ്റെയും MR-ൻ്റെയും AR-ൻ്റെയും കർവ് ഇതാണ്. പ്രൈസും MC-യും എന്ത് ഈക്വൽ ആവുക. ഇവിടെ ഈക്വൽ ആയിട്ടുണ്ട്, ഇവിടെ ഈക്വൽ ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക, MC കർവ് MR കർവിനെ താഴെ നിന്ന് കട്ട് ചെയ്യുക. MC കർവ് നമ്മുടെ വരച്ചു, MR കർവ് തന്നെയാണ്. MR കർവിനെ താഴെ നിന്ന് കട്ട് ചെയ്യുക. ഇവിടെ MC കർവ് മുകളിൽ നിന്ന് കട്ട് ചെയ്യുന്ന ഭാഗമാണിത്. മുകളിൽ നിന്നാണല്ലോ കട്ട് ചെയ്യുന്നത്. ഇത് താഴെ നിന്ന് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗത്തിന് ഞാൻ എന്ത് ചെയ്തു, E എന്നുള്ള ലെറ്റർ കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്തു, പാലിച്ചു. ഓക്കെ, ഫസ്റ്റത്തെ കഴിഞ്ഞു, രണ്ടാമത്തെ കഴിഞ്ഞു. ഇനി മൂന്നാമത്തത്, ഷോർട്ട് റണ്ണിലാണെങ്കിൽ എന്ത് ചെയ്യുക, പ്രൈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു AVC, അത് AVCയേക്കാളും പ്രൈസ് കൂടുകയോ ഈക്വൽ ആവുകയോ രണ്ടും ഈക്വൽ ആവുകയോ ചെയ്യുക. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, AVCയുടെ ഗ്രാഫ് കൂടി വരക്കുക. AVCയുടെ ഷേപ്പ് എന്തായിരുന്നു എന്ന് പറഞ്ഞിരുന്നത്, AVCയുടെ ഷേപ്പ് U ഷേപ്പ് തന്നെ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ AVCയുടെ ഷേപ്പ് നമ്മൾ AVC എന്ത് ചെയ്യുക, വരക്കുക. AVC സോറി, കളറൊന്ന് മാറ്റിക്കിട്ടും. AVC. ഇനി ഇതിപ്പോൾ നമ്മൾ വരച്ചത് ഷോർട്ട് റണ്ണിലുള്ളതാണ് അല്ലേ, ഷോർട്ട് റണ്ണിലുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിലുള്ള വിഷയം നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതൊക്കെ എങ്ങനെയാണ് രേഖപ്പെടുത്തുക, എങ്ങനെയൊക്കെയാണ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ MC വരച്ചു, MR കർവിനെ താഴെ നിന്ന് കട്ട് ചെയ്തു. മൂന്നാമത്തത് AVC കർവും വരച്ചു. AVC കർവ് നമ്മൾ ഇങ്ങനെ വരക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, AVCയേക്കാളും എന്ത് കൂടണം, പ്രൈസ് കൂടണം. AVCയേക്കാളും പ്രൈസ് കൂടണം. അഥവാ നമ്മൾ ഇങ്ങനെ വരക്കുകയാണെങ്കിൽ എന്തായി, പ്രൈസിനേക്കാളും കൂടുതൽ എന്തായി മാറി, ചിലവായി. അപ്പോൾ അത് പറ്റില്ല. ഒന്നല്ലെങ്കിൽ AVCയും പ്രൈസും ഈക്വൽ ആവുക. AVCയും പ്രൈസും ഈക്വൽ ആയതാണ്. അതോ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക, പ്രൈസിനെ AVCയേക്കാളും പ്രൈസ് കൂടുക. അത് AVCയുടെ കർവാണ് ഞാൻ വരച്ചിട്ടുള്ളത്. പ്രൈസ് AVCയുടെ മുകളിലാണല്ലോ പ്രൈസ്, അഥവാ AVCയേക്കാളും പ്രൈസാണ് കൂടുതലായി. അങ്ങനെ വരുമ്പോഴാണ് ഈ കണ്ടീഷൻസ് പാലിക്കാൻ പറ്റുള്ളൂ. നമുക്കെന്നാൽ ചിന്തിച്ച് നോക്കാൻ മനസ്സിലാവുക, നമ്മളൊരു സ്ഥാപനം നടത്തുകയാണ്. ആ സ്ഥാപനത്തിൽ നമുക്ക് എത്ര വരുമാനം കിട്ടി, 15,000 രൂപ വരുമാനം കിട്ടി. ചിലവ് എത്രയാണ്, 30,000. പറയാൻ പറ്റുമോ? ആ സ്ഥാപനം കുറച്ച് കഴിഞ്ഞാൽ അടച്ചുപൂട്ടി പോകില്ലേ? അത് തന്നെയാണ് ഇവിടെ വരുന്നത്. പ്രൈസിനേക്കാൾ എന്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ 5 രൂപയാണ് നമുക്ക് വിറ്റ് സാധനം, അതിൻ്റെ ചിലവ് എത്രയാണ്, 10 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം, വരുമാനത്തിനേക്കാളും അല്ല പ്രൈസിനേക്കാളും എത്രയാണ്, ചിലവ് കൂടുതലാണ്. അപ്പോൾ ഇനി ഈ 3 കണ്ടീഷനും പാലിച്ചു കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ഇത് എങ്ങനെയാണ്, എത്രയാണ് പ്രോഫിറ്റ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. പ്രൈസ് ഈ
ഇക്വിലിബ്രിയം സംഭവിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ഇതിനൊരു ക്യൂ സംഭവിച്ചു. ആ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത്രയും പ്രൊഡക്ഷൻ നടത്തി എത്ര രൂപക്ക്, ഇത്രയും രൂപക്ക്. ഈ പി എന്ന് കൊടുത്തത് പ്രീയുടെ കർവും ഇത് തന്നെയാണ്. അപ്പോൾ ഇത്രയും രൂപക്ക് ഇത്രയും പ്രൊഡക്ഷൻ നടത്തി എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ എത്ര കിട്ടണം, റവന്യൂ കിട്ടണം, അതിൻ്റെ ലാഭം കിട്ടണം, അതിൻ്റെ ചിലവ് എത്ര കിട്ടണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ ഇക്വിലിബ്രിയം സംഭവിച്ച ഈ ഒരു ഭാഗത്തിന് ഇത്രയും പ്രൊഡക്ഷൻ നടത്തി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. ഇനി അടുത്തത് ഈ ഒരു ഷേപ്പിൻ്റെ കൂടെ ചിലവ് എത്രയെന്ന് കിട്ടണം. ചിലവ് എന്ത് ചെയ്തു, ഈ ഇക്വിലിബ്രിയം സംഭവിച്ച ABC കർവ് എവിടെയാണോ കൂട്ടിമുട്ടിയത് അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു M എന്നുള്ളൊരു പേര് കൊടുത്തു, ജസ്റ്റ് ഒരു പേര് കൊടുത്തു. ആ എമ്മിനോടൊപ്പമുള്ള ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു S എന്നുള്ള പേരും കൊടുത്തു. അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കിട്ടി. ചെലവ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗം, വരവ് എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് OPEQ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക. ടോട്ടൽ റവന്യൂ ഈക്വൽ ടു എന്തായി, OPEQ. ഇനി ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു, ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, നമ്മൾ ഈ ABCയുടെ കർവ് ഇവിടെയാണ് കൂട്ടിമുട്ടിയത്. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം, ഈ ഭാഗം ഏതൊക്കെയാണ്, ഇത്രയും ഭാഗമാണ് ചെലവ്. ഏതൊക്കെയാണ് ചെലവ്, ഇത് OSMQ. അപ്പോൾ പ്രോഫിറ്റ് എത്രയായിരിക്കും, പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗമായിരിക്കും പ്രോഫിറ്റ് ആയിട്ടുണ്ടാവുക. ഇത്രയും ഭാഗം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പ്രോഫിറ്റ് ഈക്വൽ ടു SPEM. SPEM ആയിരിക്കും എന്ത്, അഥവാ SPEM ആയിരിക്കും പ്രോഫിറ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ ഷോർട്ട് റണ്ണിലാണ്. ഇനി ലോങ് റണ്ണിൽ എന്തായിരിക്കും, ലോങ് റണ്ണിൻ്റെ കർവ് നമുക്കറിയാം. ലോങ് റൺ ആവറേജ് കോസ്റ്റ്, അതിൻ്റെ ഷേപ്പും യു ഷേപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതെന്ത് ചെയ്യുക, എങ്ങനെ വരയ്ക്കുക, ജസ്റ്റ് ഒന്ന് ചോക്ക് മാറ്റി പിടിക്കുന്നുണ്ട്, ഇങ്ങനെ വരച്ചു. AC പറഞ്ഞിട്ട് വരച്ചു. അതെല്ലാവരും ACൻ്റെ ഷോർട്ട് AC ആണ്. ആ ACയുടെ എവിടെ കൂട്ടിമുട്ടുന്നു, ചിലവിൻ്റെ ഇവിടെ കൂട്ടിമുട്ടുന്നു. ആ ചിലവിൻ്റെ കൂട്ടിമുട്ടുന്നതിന് M എന്ത് ചെയ്തു, M ഇവിടെ പേര് കൊടുത്തു. ആ എമ്മിൻ്റെ ഇവിടെ ഇത് കൊടുത്തു. ഇതിൻ്റെ ഒപ്പം ഇവിടെയും വരച്ചു, S എന്നുള്ള പേര് കൊടുത്തു. അപ്പോൾ ചിലവ് എത്രയായിരിക്കും, ടോട്ടൽ റവന്യൂ എത്രയായിരിക്കും, OPEQ തന്നെയാണ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും, OSMQ ആണ് ടോട്ടൽ. ചെലവ് ലാഭം എത്രയായിരിക്കും, SPEM എന്ന് പറയുന്ന ചെറിയൊരു ഭാഗമായിരിക്കും. എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ആ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ലാഭം പരമാവധി ആകുന്നത് എങ്ങനെ എന്നിരിക്കും ചോദിക്കുന്ന സമയത്ത്. അതിൽ ഷോർട്ട് റണ്ണ് മാത്രമാണ്, അഥവാ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉള്ള ലാഭം പരമാവധി ആകുന്നത് എങ്ങനെയെന്നുള്ളത് നോക്കുന്ന സമയത്ത് ഇത് മാത്രം എഴുതിയാൽ മതി. ഇനി ലോങ് റണ്ണ് മാത്രമാണ് പറഞ്ഞത്, ലോങ് റണ്ണ് മാത്രമാണെങ്കിൽ ഇത് 3 എഴുതിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുതിയിട്ട് കുഴപ്പമില്ല. ലോങ് റൺ ആണെങ്കിൽ എന്ത് ചെയ്തു, ആ ലോങ് റണ്ണ് കാലത്ത് എല്ലാ ഇൻപുട്ടുകളും എന്ത് ചെയ്യാൻ പറ്റും, മാറ്റം വരുത്താൻ പറ്റും. ആ മാറ്റം വരുത്താൻ പറ്റുന്നതുകൊണ്ട് എല്ലാതും അവിടെ ചേരുന്നു മാത്രം. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒരു വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോയത്. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് ആവർത്തിച്ചൊന്ന് കണ്ടു നോക്കുക. ഗ്രാഫുകൾ ഇപ്പോഴും MC-യും അതുപോലെ തന്നെ AC-യും അതുപോലെ തന്നെ AVC-യും യു ഷേപ്പാണ്. അതുപോലെ തന്നെ Pൻ്റെ AR MR എന്ന് പറയുന്നതിൻ്റെ ഹൊറിസോണ്ടലായിട്ടാണ് വരയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. ഞാൻ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന, അത് ഈ ഒരു വർഷത്തെ മോഡൽ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യം എന്ത് ചെയ്യുക, താഴെ കൊടുക്കുന്നു. ഒന്ന് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഒന്ന് ഡിസ്കസ് ചെയ്യുക, ഒന്ന് ചർച്ച ചെയ്യുക. ഓക്കെ.